വിശ്വാസ വെളിച്ചത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടി വിയുടെ എല്ലാ മാന്യപ്രേക്ഷകരെയും ഏറെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. കത്തോലിക്ക വിശ്വാസ സത്യങ്ങളെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് എന്ന മതബോധന ഗ്രന്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രേക്ഷകർക്കായി ലളിതമായി വ്യാഖ്യാനിച്ച് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രോഗ്രാമാണിത്. കേരള കത്തോലിക്ക സഭയിലെ പ്രമുഖ ദൈവശാസ്ത്രജ്ഞൻ, വാഗ്മി, ഗ്രന്ഥകാരൻ ഡോക്ടർ വിൻസെൻ്റ് കുണ്ടുകുളച്ചനാണ് നമുക്ക് വേണ്ടി ഇത് വിശദീകരിക്കുന്നത്. അച്ഛനെ പ്രോഗ്രാമിലേക്ക് ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. നമ്മൾ പ്രാർത്ഥന ജീവിതത്തെക്കുറിച്ചാണ് ഈ എപ്പിസോഡുകൾ ചെയ്യുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ അതിൻ്റെ വാചിക പ്രാർത്ഥനയെക്കുറിച്ചും ധ്യാന മെഡിറ്റേഷൻ ആ ഭാഗത്തെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. അതിൽ തേർഡ് പോർഷൻ്റെ ആയിരുന്നു ഈ കണ്ടംപ്ലേറ്റീവ് പ്രയർ എന്ന് പറയുന്ന ഒരു ധ്യാന യോഗ പ്രാർത്ഥന. ഈ ധ്യാനവും ധ്യാന യോഗ പ്രാർത്ഥനയും ഇംഗ്ലീഷിൽ കുറച്ചുകൂടി ക്ലിയറാണ്, മെഡിറ്റേറ്റീവ് പ്രയറും കണ്ടംപ്ലേറ്റീവ് പ്രയറും. അത് തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിക്കാം. നമ്മൾ ധ്യാനത്തെക്കുറിച്ച് വിവരിച്ചപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു, അതിലെ ചിന്ത, മനനം കൂടുതൽ പ്രാധാന്യത്തോടു കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. ഒരു ബൈബിൾ ഭാഗമോ ഏതെങ്കിലും ഒരു പുസ്തകത്തിലെ ആത്മീയ ഗ്രന്ഥത്തിലെ ഒരു ഭാഗമോ വായിച്ചിട്ട് ധ്യാനോപാസന എന്നൊക്കെ പറയുന്ന ഒരുപാട് ചെറിയ ചെറിയ ഗ്രന്ഥങ്ങളുണ്ടെന്ന് ധ്യാനത്തിനൊക്കെ പറ്റുന്നത്. ഭക്തിമാർഗപ്രവേശിക, ഇതൊക്കെ വളരെ പണ്ടത്തെ ട്രഡീഷണൽ പുസ്തകങ്ങളാണ്. അതിലേതെങ്കിലും ഒരു ഭാഗം ഭക്താത്മാവേ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയൊരു സാധനം ഉണ്ടാവും. അത് വായിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുകയാണ്, അത് ഭാവനയിൽ കാണുകയാണ്, എന്നിട്ട് അത് ചിന്തിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ഒരു ആന്തര അർത്ഥം ഉൾക്കൊള്ളുന്നു. കുറേ കൂടി കോൺസെപ്ച്വലായിട്ട് അത് നീങ്ങുന്നത്, കുറച്ചുകൂടി ദാർശനികമായിട്ട് ആശയപരമായിട്ടാണ് അതിൻ്റെ നീക്കം. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ എന്ത് പഠിക്കണമെന്ന് ചിന്തിക്കുന്നു, ഞാനത് എങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് തീരുമാനിക്കുന്നു, അത് സമർപ്പിക്കുന്നു. എന്നാൽ ധ്യാന യോഗം എന്ന് പറയുമ്പോൾ, യോഗ എന്നുള്ള നമ്മുടെ പൊതുവേ ഇന്ന് നമ്മൾ യോഗ എന്ന് പറയുമ്പോൾ ഈ യോഗ അഭ്യാസങ്ങളായിട്ട് അതിനെ തെറ്റിദ്ധരിക്കരുത്. യോഗ ക്ലാസ്സുകളോ അല്ലാതെ യോഗ അഭ്യസനങ്ങൾ, മുറകൾ, പല അതല്ല, ആസനങ്ങളല്ല നമ്മളോട് ഉദ്ദേശിക്കുന്നത്. യോഗ എന്നുള്ളതിൻ്റെ അർത്ഥം അത് പറയുന്നതാണ് യോജിപ്പാണ്, അതായത് ഐക്യമാണ്, യൂണിയനാണ്, ഒന്നാകലാണ്, സമരസപ്പെടലാണ്. അപ്പോൾ ആ ഒരു അനുഭവത്തിൻ്റെ തലമാണ് അത്. ചിന്തയിൽ നിന്ന് കുറേ കൂടി അനുഭവത്തിൻ്റെ തലത്തിലേക്ക് ഉയർന്നു പോകുന്നതാണ് വാസ്തവത്തിലെ ധ്യാനയോഗം, കണ്ടംപ്ലേറ്റീവ് പ്രയർ. കണ്ടംപ്ലേഷനിലെ ധ്യാനത്തിൽ മെഡിറ്റേഷനിലെ ധ്യാനം എന്ന് പറയുന്ന മെഡിറ്റേഷനിൽ ചിന്ത കൂടുതൽ മുന്നിൽ നിൽക്കുന്നെങ്കിൽ ധ്യാനയോഗത്തിൽ കോണ്ടംപ്ലേറ്റീവ് പ്രയറിൽ ആത്മീയ അനുഭൂതിക്കാണ് പ്രാധാന്യം. അനുഭൂതിയാണ്. അതായത് രണ്ട് കമിതാക്കൾ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് പോലെയാണ് വിശുദ്ധ അമ്മ ത്രേസ്യയായാലും കൊച്ചു ത്രേസ്യയായാലും ജോൺ ഓഫ് ദ ക്രോസ്, കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാൻ, അല്ലെങ്കിൽ മിസ്റ്റിക് എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന എല്ലാവരും തന്നെ പ്രാർത്ഥനയെ സമീപിക്കുന്നത് കുറേ കൂടി ഇത് ഒരു ഇരിപ്പാണ്. പരസ്പരം നോക്കി എൻ്റെ സൃഷ്ടാവും അതുപോലെ എന്നെ സ്നേഹിക്കുന്നവനും എന്നെ പരിപാലിക്കുന്നവനും എൻ്റെ പഴയ കാലവും പുതിയ കാലവും ഇന്നും വരാനിരിക്കുന്നതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നവനുമായ, എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും എന്നെ താങ്ങിക്കൊണ്ട് നടക്കുന്ന, എൻ്റെ പരാധീനതകൾ പലതും മറച്ചു വെച്ചുകൊണ്ട് സമൂഹത്തിൽ എന്നെ ഒരു നല്ല മനുഷ്യനായിട്ട് ഇപ്പോഴും പിടിച്ചു നിർത്തുന്ന, എന്നോട് പ്രത്യേകമായ സ്നേഹം കാണിക്കുന്ന ആ ദൈവത്തെ, ആ സുഹൃത്തിനെ ഞാനും ഇങ്ങനെ കണ്ടു അനുഭവിക്കലാണത്. ജോൺ മരിയ വിയാനിയൊക്കെ അങ്ങനെയാണല്ലോ, പള്ളിയിൽ നിന്ന് ഏറ്റുപോകാതിരിക്കുക. അപ്പോൾ ഈ ധ്യാനത്തിൻ്റെ ചിന്ത അവിടെ കുറഞ്ഞു വരും ഈ അനുഭവത്തിൽ. ഇപ്പം ഞാൻ നേരത്തെ രണ്ട് കമിതാക്കൾ നോക്കിയിരിക്കുക എന്നൊക്കെ, ഞാൻ ഇവിടെ അങ്ങനെ കണ്ടവാനും നമ്മൾ അതിൻ്റെ പിന്നാലെ പോയിട്ടില്ല. കാരണം നമ്മൾ ഉടുപ്പിട്ടിട്ട് ഇപ്പോൾ എവിടെയൊക്കെ ചെറുപ്പക്കാർ ഇരിക്കണേ എന്നുള്ള കോളേജ് ക്യാമ്പസിലൊക്കെ വർക്ക് ചെയ്ത് വല്ല ധ്യാനിപ്പിക്കാനൊക്കെ കോളേജിൽ പോകുമ്പോൾ നമ്മൾ പിള്ളേരൊക്കെ ഇങ്ങനെ മരത്തിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഇരിക്കണം. പിന്നെ അല്ലെങ്കിൽ വല്ല പാർക്കിലൊക്കെ പോകണം, നമ്മൾ അങ്ങനത്തെ പോക്ക് വരവൊക്കെ. അതേസമയം യൂറോപ്പിലായിരുന്നപ്പോൾ നമ്മളിത് ധാരാളം കാണുന്നതാണ്. ചിലപ്പോൾ നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ ചെല്ലുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവിടേക്കാകുമ്പോൾ ഇഷ്ടം പോലെ പിള്ളേരുണ്ടാവും. അപ്പോൾ അവർ ഇങ്ങനെ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഡ്രിങ്ക്, ഒരു ജ്യൂസോ എന്തെങ്കിലും അവിടെ വെച്ചിട്ട്, അല്ലെങ്കിൽ ഭക്ഷണം ചിലപ്പോൾ അവർ പിന്നെ ഈവനിങ് സായാഹ്നങ്ങളിൽ നമ്മൾ പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ
അവരിങ്ങനെ നോക്കിയിരിക്കണം, ഒരക്ഷരം മിണ്ടുന്നില്ല. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇവർ തമ്മിൽ വഴക്കടിച്ചിരിക്കുകയാണെന്ന്. അതൊന്നും ആവില്ല. അവർ വേറെ ആരെയും മൈൻഡ് ചെയ്യുന്നില്ല. അവരാരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഒന്നും അറിയുന്നില്ല. ഒരു വാസ്തവത്തിൽ പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി തന്നെ ഇവർ കുറേ നേരം ഇങ്ങനെ മുഖത്തേക്ക് നോക്കിയിരുന്നു. നമ്മൾ വിചാരിക്കും നമുക്കൊക്കെ പേടിയാവില്ല. നമ്മളൊരാൾ കുറച്ച് നേരം നമ്മുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്ക് പേടിയാവും. ഇവർക്ക് അത് കണ്ടിട്ട് ചില നേരത്തൊക്കെ മുഖത്ത് ഇവരുടെ ചില ഭാവമാറ്റങ്ങൾ വരുന്നത് നമ്മൾ കാണുകയും ചെയ്യും. അപ്പോൾ ആ നോക്കിയിരിപ്പാണ് വാസ്തവത്തിൽ ഇതിൽ. ആ നോക്കിയിരിപ്പിൽ എന്തൊക്കെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഉണ്ട്. അതിൽ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിക്കുന്നു. വാക്കുകൾ കൊണ്ട് കാര്യമായിട്ടൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല. ഈ ധ്യാന യോഗത്തിലേക്ക് ചെല്ലുമ്പോൾ വാചിക പ്രാർത്ഥന ഒട്ടും തന്നെ ഇല്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ആവും. ധ്യാനവും ക്ലോസ് ആവും. അത് കഴിഞ്ഞിട്ട് സമാധി എന്ന് പറയുന്ന ധ്യാനത്തിൻ്റെ ഏറ്റവും അവസാനത്തെ, അതിലാണ് ഈ കോണ്ടംപ്ലേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ സ്നേഹത്തിൻ്റെ അനുഭവത്തിൽ രണ്ടുപേരും, അപ്പം നമ്മൾ അങ്ങോട്ട് അനുഭവിക്കുന്നത് പോലെ തന്നെ ദൈവത്തിൽ നിന്നുള്ളൊരു സ്നേഹം നമ്മിലേക്ക് വന്ന് മുട്ടുന്നത് പോലെ നമുക്ക് ഇത് ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കുറേ കൂടി അടുത്ത് ഇരിക്കുന്ന, ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കുന്ന ഒരു വാക്കാണ്. നമ്മൾ വിശുദ്ധ ജോൺ മരിയ വിയാനിയോട് ഒരു ഭക്തൻ പറഞ്ഞത് എങ്ങനെയാണ്, അതായത് ഞാൻ ധ്യാനത്തിലിരിക്കുമ്പോൾ ഏതാണ്ട് ദൈവമാകുന്ന സൂര്യൻ്റെ ശോഭ എൻ്റെ മുഖത്ത് അടിക്കുന്നു. അടിക്കുമ്പോൾ ആ ശോഭയിൽ ഞാൻ കുറേ കൂടി ശോഭിതമാകുന്നു. അപ്പോൾ ഇങ്ങനെ ആ പരമാത്മാവും ഈ ജീവാത്മാവും തമ്മിൽ, ഞാൻ ഇന്ത്യൻ ഭാഷയിൽ പറഞ്ഞതാണ്, പരമാത്മാവും ജീവാത്മാവും നമ്മൾ ഒരേ സത്വത്തിൻ്റെ തന്നെ ഭാഗമാണ് എന്നുള്ള ആ ചിന്തയിൽ, ആ ഒന്നിപ്പിൽ, ആ ഐക്യത്തിൽ അങ്ങനെ ഇരുന്നു പോകുന്നതാണ്. അപ്പം അതിൽ എന്തൊക്കെ സംഭവിക്കണം വെച്ചാൽ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ കിട്ടൂല. ഇത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരേ വൈബിൽ രണ്ടുപേരും ഒരേ വൈബിൽ. പിന്നെ ഞാൻ മറ്റു വാക്കുകൾ ക്രഷ് ആവാന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് വളരെ ലൗകികമായിട്ടാണ് ചിലപ്പോൾ പലപ്പോഴും കാണുന്നത്. പക്ഷേ ഒരേ വൈബിൽ ഇങ്ങനെ ഇരുന്ന് ഫീൽ ചെയ്യുക, ഇറ്റ് ഈസ് ഫീലിംഗ് മോർ. അപ്പോൾ വാക്കുകൾ ഇല്ല. അപ്പോൾ ഇതിപ്പോൾ കമിതാക്കൾ മാത്രമൊന്നുമില്ല കേട്ടോ. എനിക്കറിഞ്ഞോളൂ, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ, ഞാൻ പണ്ട് ഓർക്കുന്നൊരു ചിത്രം, അപ്പനും അമ്മയൊക്കെ രാത്രി ഇങ്ങനെ ഭക്ഷണത്തിനൊക്കെ മുമ്പ്, പ്രാർത്ഥനയ്ക്ക് മുമ്പ് പുറത്തുനിന്ന് അപ്പച്ചൻ വന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം ഉമ്മർത്ത് ഇരിപ്പുണ്ട്. ആ നേരത്തെ ഇവർ ചെറിയ ഭക്ഷണമൊക്കെ കഴിക്കും. അപ്പന് എന്തെങ്കിലും ചെറിയ ഒരു പ്രത്യേകമായിട്ടുള്ള സാധനങ്ങൾ വറുത്ത് കൊടുക്കലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരിങ്ങനെ ഇരിക്കുക. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒരു വർത്തമാനം പറയുന്നുണ്ടാവും, ഇടയ്ക്ക് പിന്നെ ഒരു വർത്തമാനമൊന്നും പറയണില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇരുട്ടത്ത്. പക്ഷേ അവിടെ സംസാരം നടക്കുന്നുണ്ട് മനസ്സുകൊണ്ട്. ഇപ്പോൾ നമ്മൾ ചില അടുത്ത സുഹൃത്തുക്കൾ, എൻ്റെ അടുത്ത സുഹൃത്തുക്കളായ ചില അച്ഛന്മാരുടെ അടുത്തിരിക്കുമ്പോൾ എനിക്കതുപോലെ ഞങ്ങൾ ചിലപ്പോൾ 2-3 മണിക്കൂറൊക്കെ ഓരോന്നിങ്ങനെ സംസാരിച്ച്, അതിൻ്റെ ഇടയിൽ ഒരു 10-20 മിനിറ്റൊക്കെ ഇടയിൽ വിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാം കൂട്ടിക്കഴിഞ്ഞാൽ 10-20 മിനിറ്റ് ഒന്നും നമ്മൾ സംസാരിക്കണില്ല. നമ്മളെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു, അപ്പോൾ ഒരു സൈലൻസ് വീണു, അയാളതിൽ ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് ഓർക്കുന്നു, അത് നമ്മുടെ മനസ്സ് ഫീൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് തന്നെ എന്നിട്ട് എന്തെങ്കിലും പറയും, അല്ല ഞാനതാണ് പറയാൻ പോണേ എന്ന് മറ്റാൾ പറയും. അതായത് നമ്മുടെ ഉള്ളിൽ ചിന്തിക്കുന്ന മാനസിക വ്യാപാരങ്ങളൊന്നും പറയാതെ തന്നെ ആ വ്യക്തി അത് ഫീൽ ചെയ്യുന്നു. ഒരു കറണ്ട് അടിക്കുകയാണ് വാസ്തവത്തിൽ, ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയയാണ്. അപ്പം ഇതുപോലെ നമ്മൾ ദൈവവുമായിട്ട് ഒന്നിക്കുന്ന ഒരു പരിപാടിയാണ്. അവിടെ ഞാൻ ഇല്ല. എന്നാലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനെന്ന് പറയുന്ന ഈ അഹമില്ല. പക്ഷേ വിൻസെൻ്റ് എന്ന് പറയുന്നൊരു വ്യക്തിയുണ്ട്. അതേസമയം ഇപ്പോൾ ഡേവിസ് എന്ന് പറയുന്ന അങ്ങയുടെ അഹമില്ല, പക്ഷേ അതിലുള്ള ഒരു അപര വ്യക്തിത്വവും അതിൽ ചേരുന്നുണ്ട്. അതുപോലെ ഈ പ്രപഞ്ചം ചേരുന്നുണ്ട്. ഈ ധ്യാന യോഗത്തിലുള്ള പ്രത്യേകത അതാണ്. സൃഷ്ടി മുഴുവനും ഉണ്ടാവും. കാരണം എൻ്റെ ആത്മാവിൻ്റെ യഥാർത്ഥമായ സത്ത എന്ന് പറയുന്നത് ദൈവാംശമാണെന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ആ ദൈവാംശത്തെ എൻ്റെ ചുറ്റിലിരിക്കുന്ന അടുത്തിരിക്കുന്ന എല്ലാ ആളുകളിലും ഞാൻ കാണുന്നു. അതുപോലെ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടത്തിലും ഭൂമിയിലും ചുറ്റുപാടിലും മലയിലും വെള്ളത്തിലും കാട്ടിലും എല്ലാം എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ഈ ഭൂമിയുടെ പഞ്ചഭൂതങ്ങളിൽ എല്ലായിടത്തും ഈ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അണുവുള്ള ആ ഫീലിങ്ങിലേക്ക് വരുന്നു. ഇതിനെയെല്ലാം ഉൾക്കൊള്ളുകയും അതേസമയം ഇതിനേക്കാൾ അപരിമേയമായി നിൽക്കുന്ന ഒരു സത്യമായ ഈശ്വരനെ എന്ന് പറയുന്ന ആ പരമാത്മാവിനെ, അപ്പോൾ ഈ പരമാത്മാവായ ദൈവവും ജീവാത്മാവായ മനുഷ്യനും
അതുപോലെ പ്രപഞ്ചത്തിലെ ഓരോ സസ്യ പക്ഷി മൃഗാദികളിൽ മത്സ്യാദികളെല്ലാം വസിക്കുന്ന ആത്മാവും, അതുപോലെ പ്രത്യേകിച്ച് നമ്മളുടെ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ആത്മാക്കൾ പാവപ്പെട്ടവരെ, ദുഃഖിതരെ, ദരിദ്രരെ, അതുപോലെ തന്നെ നമ്മൾ തന്നെയുള്ള നമ്മുടെ വ്യക്തിത്വം, ഇവരെല്ലാവരും കൂടി ഒരു ഐക്യത്തിൽ വരുന്ന ഒരു അനുഭൂതിയാണ് വാസ്തവത്തിൽ. ഇവരെല്ലാവരുടെ സാകല്യത്തിൽ ഇങ്ങനെ ആയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് നമുക്ക് വാക്കുകൊണ്ട് എന്തുമാത്രം വിവരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം അത് അനുഭവത്തിലൂടെ പോയാലേ മനസ്സിലാവുള്ളൂ. അതൊരു അനുഭവത്തിൻ്റെ തലമാണ്, ചിന്തയുടെ തലമല്ല. അതിൽ ഭാവനയുണ്ടാകാം, ആദ്യമൊക്കെ അല്പം ചിന്തയുണ്ടാകാം, പിന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിന്തയില്ല, പിന്നെ അനുഭവം. അപ്പോൾ അത് നടക്കണമെങ്കിൽ ഒരു ദൈവത്തിൻ്റെ ദാനമായിട്ട് തന്നെ നമുക്ക് കിട്ടണം. നാടൻ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ അങ്ങനെ കണ്ടംപ്ലേറ്റീവിൽ കൂടുതൽ പോണവരെ പറയാം അത് വട്ടായും തോന്നുന്നുണ്ട്, അതിപ്പോൾ ആരോടും സംസാരിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയും. അത് മൊത്തം വട്ടായിട്ട് നടക്കുമ്പോഴാണ്. പക്ഷേ ഈ യഥാർത്ഥ കോണ്ടംപ്ലേറ്റീവ്സ് നമ്മൾ നോക്കിയാൽ വളരെ ഹാപ്പിയാണ്. ചിലർ വളരെ മൂടിയായിട്ട് മാറുന്ന ആൾക്കാരെ കാണുമ്പോൾ നമ്മുടെ ആൾക്കാർ അങ്ങനെ പറയണേ, ഇവന് എന്തോ ഈ ലോകത്തിലൊന്നും അല്ലേ, ഇവന് ആബ്സെൻ്റ് മൈൻഡ് ആബ്സെൻ്റ് ആണല്ലോ അവിടെയൊന്നും, ആബ്സെൻറ്റ് മൈൻഡഡ്നെസ് ഒരു മാനസിക രോഗമാണ് എന്നൊക്കെ പറയാൻ കാരണം അതാ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു സാകല്യത്തിലെത്തുന്ന സമാധിയിലേക്കൊക്കെ എത്താൻ നമുക്കൊന്നും സാധിക്കില്ല. ഒരു ചിരിയനും ചില നേരത്ത് വല്ലപ്പോഴും ഓണത്തിനും സംക്രാന്തിക്കും ഇച്ചിരി കിട്ടിക്കുന്നതായിന്ന് മനസ്സിലാവും, ഡിസ്കസ് ചെയ്യാൻ എന്തായാലും. അതെ. അതേസമയം നമ്മുടെ കുർബാനയിലൊക്കെ ചിലപ്പോൾ അർപ്പിക്കുമ്പോൾ ചില നേരത്ത് നമ്മൾ അങ്ങനെയുള്ള ചില ഫീലിങ്ങിലേക്ക്, ചില നിമിഷ പ്രാർത്ഥനകളിൽ നമുക്ക് അങ്ങനെ വരാം. അപ്പോൾ ഇത് കൂടുതൽ മനസ്സിലാവണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു ധ്യാന രീതിയിലേക്ക് പ്രവേശിച്ചാലേ ഒരു പക്ഷേ ഇത് കുറച്ചുകൂടി പറയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു എനിക്ക്. അസന് നിൻ്റെ നേരത്തെ 2 എക്സാമ്പിൾ നാവിലെ അമ്മ ത്രേസ്യയെ കുറിച്ചും അല്ലെങ്കിൽ ജോൺ ഓഫ് ദ ക്രോസ്, ജോൺ മരിയ വിയാനി, ഇവരൊക്കെ കണ്ടംപ്ലേറ്റീവ് പ്രേയറിൻ്റെ ആൾക്കാരായിരുന്നു എന്നുള്ളത്. ഇതിനൊരു ഏതെങ്കിലും ഒരു രീതിശാസ്ത്രം ഈ കണ്ടംപ്ലേറ്റീവ് പ്രേയറിനെ പറയുന്നുണ്ടോ സഭയിൽ? ഒരുപാട് രീതികളുണ്ട്. ഇപ്പോൾ എനിക്ക് എല്ലാ രീതികളെ കുറിച്ച് അറിഞ്ഞുകൂടാ. ഞാൻ കുറേ നാളായിട്ട് ഇഷ്ടപ്പെടുന്നതും ചെയ്തു വരുന്നതുമായ, എന്നും ചെയ്തു എന്ന് ഞാൻ അവകാശപ്പെടുന്നില്ല, പക്ഷേ ഞാൻ ഒരു പേഴ്സണൽ ധ്യാനത്തിലേക്ക് ഇരിക്കുമ്പോൾ പൊതുവെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതി, ചെയ്തു പോരുന്ന ഒരു രീതി, ഞാൻ ഹൃദയഗുഹധ്യാനം എന്നാണ് അതിന് പറയുന്നത്. മെഡിറ്റേഷൻ ഓഫ് ജീസസ് ഇൻ ദ ഇൻറ്റേർണൽ കേവ് ഓഫ് ദ ഹാർട്ട്. ഹൃദയമാകുന്ന ഗുഹയുടെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ ധ്യാനിക്കുന്ന ഒരു രീതി. അത് ഞാൻ ചെയ്യുന്നത് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. ഒരുപാട് തപസ്സന്മാർ, മഹർഷിമാർ, നമ്മുടെ മനഃശാസ്ത്രപരമായ കുറേ അറിവുള്ള ആളുകൾ എല്ലാം കൂടി രൂപീകരിച്ച് എടുത്തിട്ടുള്ള ചില വഴികളൊക്കെയാണ്. അതിൽ എനിക്ക് പറ്റുന്നൊരു രീതിയിൽ, ഞാൻ പരിശീലിച്ച രീതിയിൽ, എന്നെ പഠിപ്പിച്ചവരുടെ രീതിയിൽ ഞാൻ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സാധാരണ ആദ്യം ചെയ്യണത് പ്രാണായാമമാണ്. ആദ്യം തന്നെ നല്ലൊരു സ്ഥലം കണ്ടെത്തും. പള്ളിയിൽ അല്ലെങ്കിൽ എൻ്റെ റൂമിൽ തന്നെ വേണമെങ്കിൽ ചെയ്യാം. ഒഴിഞ്ഞൊരു ടെറസ് വളരെ സുഖമാണ്, കൊതുകൊന്നും കടിക്കാത്ത, ഇച്ചിരി വലിയ ചൂടില്ലാത്തൊരു സ്ഥലത്ത്, ശാന്തമായി നല്ല എയറുള്ള സ്ഥലത്ത്, കണ്ടമാനം ബഹളമൊന്നുമില്ലാത്ത ആലുവ സെമിനാരിൽ ഇഷ്ടംപോലെ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ പോയി നമ്മൾ നേരെ ഇങ്ങനെ ഇരിക്കുന്നു. ഉള്ളിൻ്റെ ഉള്ളിലോ ശരീരത്തിലോ, അപ്പോൾ നമ്മൾ ബോഡിയൊന്നും ഇങ്ങനെ വരിഞ്ഞു മുറുകിയൊന്നും ഇരിക്കരുത്, ഫ്രീ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. നല്ല എയറുള്ള സ്ഥലത്ത് ചുമ്മാ പ്രാണായാമം, നമ്മളെപ്പോഴും പ്രാണായാമം ചെയ്യുന്നുണ്ട്, പക്ഷേ അത് അറിഞ്ഞുകൊണ്ട് ശ്വാസം ഒരു 4, 5, 6 സെക്കൻഡ് കൊണ്ട് മെല്ലെ വലിച്ച് ഒരു 6 സെക്കൻഡ് നമ്മുടെ ശരീരത്തിൽ നിർത്തി 6 സെക്കൻഡ് കൊണ്ട് മെല്ലെ പുറത്തേക്ക് വിടുന്നു. അങ്ങനെ തന്നെ കുറച്ച് നേരം ഇങ്ങനെ ചെയ്യും. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മുടെ ശ്രദ്ധ ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ ബോഡി ശ്വാസക്രമത്തിനൊരു റിതം വരും, ഏതാണ്ട് റിതത്തിലേക്ക് വരും. അത്യാവശ്യം മെല്ലെ വലിച്ച് കുറച്ച് നേരം നിർത്തി കുറച്ച് നേരം വിട്ട്, അങ്ങനെ വരുമ്പോൾ ബോഡി കുറേശ്ശെ കുളാവാൻ തുടങ്ങും. അത് കഴിയുമ്പോൾ ഞാൻ സാധാരണ ചെയ്യണത് ചുറ്റുപാടുള്ള എല്ലാ സ്വരങ്ങളും കേൾക്കും. ഇത് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ പക്ഷി ചലിക്കുന്നത് കേൾക്കാം, NH കൂടെ ഒരു വണ്ടി പോകുന്നതിന് എന്നുള്ളൊരു സ്വരം വേണമെങ്കിൽ കേൾക്കാം. ചിലപ്പോൾ വലിയൊരു അടക്കം പറയുന്ന മെല്ലെ സംസാരിക്കുന്ന ആൾക്കാരുടെ സ്വരം കേൾക്കാം. അല്ല റേഡിയോയിൽ നിന്ന് വരുന്ന, TV-യിൽ നിന്നോ വല്ലവരും വരുന്ന സ്വരം കേൾക്കാം. അല്ലെങ്കിൽ പണിക്കാരുടെ വല്ല സ്വരം, ഇങ്ങനെയുള്ള കുഞ്ഞു സ്വരങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ അത് ഇതിനോട് ചേർത്ത് വെച്ച് സ്വീകരിച്ച് അതിൽ പിന്നെ കുറച്ച് നേരം നമ്മളത് കേൾക്കില്ല, എത്ര ശബ്ദം കേൾക്കില്ല. കാരണം നമ്മളിത് അനുഭവിക്കുകയാണ്. ഇതിനനുഭവിച്ച് നമ്മുടെ ഉള്ളിലേക്ക് ചേർത്തു, പിന്നെ അത് അന്യമാകുന്നില്ല, പിന്നെ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പോയി. അപ്പോൾ അതാണ് ഈ സ്വരങ്ങൾ മുഴുവൻ. എന്നെ അങ്ങനെയാണ് പഠിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇരിക്കുന്ന പ്രതലം മുഴുവൻ കാണും. ഇപ്പോൾ ഞാനാണെങ്കിൽ കണ്ണടച്ചാണ് ഇരിക്കണേ,
ഈ ചുറ്റുപാടുള്ളപ്പോൾ ഇവിടെയുള്ള ഞാൻ ഇരിക്കുന്ന കസേര, ഞാനിട്ടുള്ള ഉടുപ്പ്, എൻ്റെ ശരീരം, ഇങ്ങനെ ചുറ്റുപാടുള്ള മേശ, സാറ്, ഈ ക്രൂവിലുള്ള ആൾക്കാർ, ഈ കെട്ടിടം, ഡിവൈൻ, പിന്നെ ഇതിൻ്റെ ചുറ്റുപാടുള്ള അവിടുത്തെ മരങ്ങൾ, ഇങ്ങനെ എല്ലാം കൂടി ഞാൻ ഫീൽ ചെയ്യുകയാണ്. അതായത് ഇറ്റ്സ് നോട്ട് എ തിങ്കിങ്, ചിന്തിക്കുന്ന പരിപാടി ഇതിലില്ല. പരമാവധി ഇത് ഫീൽ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ ഫീൽ ചെയ്ത് വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ചിന്ത കുറേശ്ശേണ്ട് പോകും. പിന്നെ നമ്മൾക്ക് ഒരു ഫീലിങ്ങിലേക്ക് വരുവാണ്. അതിലേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ബോഡി വളരെ കൂളാവാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ശരീരത്തിൻ്റെ എല്ലാം പ്രാവശ്യം ചെയ്യാനുള്ള സമയം കിട്ടില്ല കേട്ടോ. ഇപ്പോൾ നമുക്കൊരു മണിക്കൂറൊക്കെ ഉണ്ട് വലിയ ധ്യാനങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ കുരിശുമലയിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രാർത്ഥനാ സമയമൊക്കെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ വളരെ ടെൻഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മൾ പ്രാർത്ഥിക്കണം നമുക്കൊരു മൂഡ് വരുമ്പോൾ, തോന്നുമ്പോൾ, ചിലപ്പോൾ അങ്ങനെ ഒരു ആവശ്യമായിട്ട് തോന്നുമ്പോൾ ഒക്കെ നമ്മൾ ഈ പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ ചെറിയ ക്രമം നമുക്ക് ചെയ്യാൻ സമയം കിട്ടുള്ളൂ. 10-20 മിനിറ്റ് 15 മിനിറ്റ് അതിനുള്ള നേരം നമുക്ക് കിട്ടണുള്ളൂ. പക്ഷേ നമ്മൾ അതിലേക്ക് കയറിക്കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ചെയ്യണത് ബോഡിയുടെ പെരുവിരൽ തൊട്ട് കുഞ്ഞു വിരൽ വരെയുള്ള ഭാഗങ്ങളൊക്കെ ഞാൻ ആദ്യം ഇങ്ങനെ ഫീൽ ചെയ്യും. ഇടയ്ക്ക് ആദ്യമൊക്കെ ആണെങ്കിൽ ഒന്ന് മെല്ലെ ഇളക്കി നോക്കും. അപ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. അവിടെ നിന്ന് ഇങ്ങനെ കയറി അവിടെ നിന്നുള്ള രോമങ്ങൾ, ഞരമ്പുകൾ, അതുമുള്ള പാടുകൾ, ഇടതുകാലിൻ്റെ കണ്ണി വരെ, പിന്നെ വലതുകാലിൻ്റെ കണ്ണി വരെ. അത് കഴിച്ചിട്ട് ഞാൻ ഈ ശ്വാസം ഒന്നുകൂടി വലിച്ച് റിലാക്സ് ചെയ്യുമ്പോൾ പറയും റിലാക്സ്. ആ ഭാഗം റിലാക്സ് ചെയ്യിപ്പിക്കും സ്പെഷ്യലായിട്ട്. അതുപോലെ അത് വിരൽ തൊട്ട് നെറുക വരെ ചെയ്യും. അപ്പോഴേക്കും തന്നെ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് കാണും. നമ്മൾ അറിയില്ല ഈ സമയം പോണത്. അതിലേക്ക് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ വളയുകയൊക്കെ ചെയ്യും. കാരണം ബോഡി ആകെ റിലാക്സ്ഡ് ആയിട്ടുണ്ടാവും. ഇതിപ്പോൾ ഇരുന്നുകൊണ്ട് ചെയ്യണമെന്നില്ല, കിടന്നുകൊണ്ട് ചെയ്യാം. അതിനെ ശവാസനം എന്ന് പറയും. നമ്മൾ അതേസമയം നമുക്ക് ശാരീരികമായി ഭയങ്കര ക്ഷീണം ഉണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങിപ്പോവും. അതെ, ശവാസനം ശവമായിട്ട് മാറും. അപ്പോൾ നമ്മൾ അതിന് കിടന്നുകൊണ്ടാണ് നമ്മളിത് ചെയ്യണമെങ്കിൽ വളരെ കംഫർട്ടബിളാണ് നമുക്ക്. ഇങ്ങനെ 2 ബെഡിൽ ഇങ്ങനെ സവറില്ലാത്തൊരു സ്ഥലത്ത് അകത്ത് ഇങ്ങനെയാണ്. പക്ഷെ ഉറങ്ങിപ്പോകാൻ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ ഒരു കാര്യത്തിൽ ഞാൻ ചെയ്യുമ്പോൾ കണ്ടമാനം കോട്ടുവായൊക്കെ ഇടും. അതായത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ കോട്ടുവായ ഇടേണ്ട കാര്യം നമ്മുടെ ഉള്ളിലുള്ള പ്രയാസങ്ങളെയൊക്കെ നമ്മൾ ഇതിലേക്ക് സന്നിവേശിപ്പിക്കാൻ തുടങ്ങും. ഉള്ള ടെൻഷൻ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ ഭാഗം റിലാക്സ് ചെയ്ത് ഇങ്ങനെ ഹൃദയം വന്ന്, തല വന്നു, ഞരമ്പ് വന്നു, എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഈ ഒഴുകിപ്പോകുന്ന ഒരു പിണ്ടി പോലെ പുഴയിലാവും, അല്ലെങ്കിൽ ഒരു ചത്ത് കിടക്കുന്ന ഒരു സാധനം പോലെയുള്ള ഇങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് നമ്മൾ ഹൃദയഗുഹയിലേക്ക് വരുന്നത്. അത് ഇതിൻ്റെ ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് പറ്റൂല. ഒരു വർഷമൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇതിൻ്റെ ചെറിയൊരു രീതിയിലേക്കെങ്കിലും കടന്നത്. എന്നെ അഭ്യസിപ്പിക്കാൻ എനിക്കുണ്ടായ ആളൊരു 6 മാസം പണിതിട്ടുണ്ട്. ഞാൻ കുറേശ്ശെ സ്റ്റെപ്പിലേക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കിടക്കും. അങ്ങനെ കിടന്ന് അങ്ങനെ കുറേ കഴിഞ്ഞ് പിന്നെ ഈ നമ്മുടെ 2 വാരിയല്ലുകൾ തുടങ്ങുന്നതിൻ്റെ ഇപ്പുറത്ത് ഈ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇവിടെ ഒരു കുഴി പോലെയുള്ളൊരു സ്ഥലമുണ്ട് വയറിൻ്റെ മുകളിൽ. ആ ഒരു ഭാഗത്തെയാണ് ഒരു തടാകമായിട്ട് നമ്മൾ കാണുന്നത്. അതിലിങ്ങനെ വെള്ളം ഫീൽ ചെയ്യും. നിറഞ്ഞു കിടക്കുന്നൊരു തടാകം, കറുത്തിരുണ്ട് കിടക്കുന്ന വെള്ളം, അല്ലെങ്കിൽ പച്ച നിറം. അപ്പോൾ അതിങ്ങനെ ആദ്യം ഇളകുണ്ടാവും. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ മനസ്സിൽ ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് കോളിളക്കം സൃഷ്ടിച്ച ഒരു ഇതായിട്ട് വരും. അപ്പോൾ നമ്മളിങ്ങനെ ഫീൽ ചെയ്ത് ശ്വാസം വലിച്ച് മെല്ലെ ഭയങ്കര മെഡിക്കലാണ്, ഭയങ്കര സൈക്കോളജിക്കലാണ്, ഒപ്പം ഭയങ്കര സ്പിരിച്വലാണ്. അതിൻ്റെ ഇടയിലാണ് ഞാൻ പിന്നെ എൻ്റെ ഇഷ്ടരൂപമായ യേശുവിൻ്റെ ഒരു രൂപം, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഒരു യുവാവായ യേശു, മുടി ഇങ്ങനെ നീട്ടി, തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ച് ഉദ്വേഗത്തോടു കൂടെ ഇങ്ങനെ നിൽക്കുന്ന ഒരു യേശുവിൻ്റെ ചിത്രം പണ്ട് നമ്മുടെ POC ബൈബിളിലൊക്കെ വന്നടിച്ചിരുന്നു. ഇപ്പോൾ ഒന്നും കാണാനില്ല, ചെറിയത്. അങ്ങനെയുള്ള ഫോട്ടോകൾ ഞാൻ പലയിടത്തും ഇപ്പോഴും ചെല്ലും. മലങ്കര സഭയുടെ സെമിനാരിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടുത്തെ പള്ളിയിൽ ചെന്നാൽ അത് കാണാം. അത് നമ്മുടെ ഈ തടാകത്തിൻ്റെ മീതെ ഞാൻ അതിനെ റിയലൈസ് ചെയ്യുകയാണ്. അവിടെ ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആ കർത്താവിൽ നിന്ന് ഞാൻ പിന്നെ ഇങ്ങനെ കുറേശ്ശെ പ്രകാശകിരണങ്ങൾ, അഗ്നി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങുകയാണ്. ഈ വെള്ളം എന്നൊക്കെ പറയണത് എൻ്റെ ഉപബോധ മനസ്സാണ്. ഈ തടാകം പണ്ട് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് എന്താണ്, ഈ ഹൃദയത്തിലാണ് നമ്മുടെ വികാരങ്ങൾ മുഴുവൻ നിറഞ്ഞത്. ഇപ്പോൾ അത് ബ്രെയിനായിട്ട് നമ്മൾ പറയുന്നു, മെഡിക്കൽ ശാസ്ത്രം. പക്ഷേ ഹൃദയം എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ എന്ന് പറയുന്നത് അത് ഇവിടെ ആയിക്കോട്ടെ. ഞാൻ അങ്ങനെ കാലത്ത് പഠിപ്പിച്ചു പോയി. കാരണം നമ്മുടെ ആചാര്യന്മാർ പണ്ടൊക്കെ അങ്ങനെ ഹൃദയഗുഹ ധ്യാനം, പതാഞ്ജലിയുടെ അഷ്ടാംഗമാർഗങ്ങളോടെയുള്ള ഒരു ധ്യാന രീതിയാണ്. അപ്പോൾ അതിലൂടെ ഇങ്ങനെ ഇത് പിന്നെ നമ്മൾ ക്രിസ്ത്യനായിട്ട് ഇതിനെ രൂപപ്പെടുത്തിയെടുത്തതാണ്. അപ്പോൾ ഈ ഹൃദയത്തിൽ യേശു ഇങ്ങനെ ആസനസ്ഥനാവുന്നു. യേശുവിൽ നിന്നുള്ള ശക്തി
ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപക്ഷെ അന്ന് ധ്യാനിക്കുന്നത് വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ തൊട്ട ആ രക്തസ്രാവക്കാരിയാണ്. അപ്പം ഞാൻ ഏതാണ്ട് രക്തസ്രാവക്കാരിയുടെ ഒരു സ്ഥലത്തേക്ക് എന്നെ തന്നെ ഭാവന ചെയ്യുന്നു, ഫീൽ ചെയ്യുന്നു. യേശു ഇങ്ങനെ സർവ സംഘപരിത്യാഗിയും ദൈവവും എല്ലാമായ മുഴുവൻ എനർജി ഒരു ചെറിയ സ്പർശം കിട്ടിയാൽ മതി ഞാൻ. അപ്പോൾ ഈ വെള്ളത്തിലൂടെ എൻ്റെ ഭിത്തികളിലേക്ക്, അപ്പോൾ ഞാൻ ഈ പ്രാണായാമം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഫീൽ ചെയ്യുന്നുണ്ട്. അതിലൂടെ ഞാൻ ഒരു എനർജി മെല്ലെ ഈ രക്തത്തിലേക്ക് കലരുന്നതായിട്ടും അത് ശരീരത്തിൻ്റെ ഓരോ സുഷിരങ്ങളിലേക്ക് എത്തുന്നതായിട്ടും അത് ബ്രെയിനിൻ്റെ ഞരമ്പുകൾ 40 കിലോമീറ്ററോളം നീളത്തിലിടാവുന്ന അങ്കമാലിയിൽ നിന്ന് തൃശ്ശൂർക്ക് വേണമെങ്കിൽ ഇടാവുന്ന റോഡിൻ്റെ NH നീട്ടത്തിലുള്ള ബ്രെയിൻ നമ്മുടെ ഞരമ്പുകൾ നമ്മുടെ തലയിലുണ്ട്. ഇതിലെല്ലാം കോശങ്ങളുണ്ട്, സെല്ലുകളുണ്ട്. ആ സെല്ലുകളിലെല്ലാം പലതരത്തിലുള്ള എൻസൈംസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം ശരിക്കും പ്രവർത്തിക്കണമെങ്കിൽ ഈ പ്രാണായാമത്തിലൂടെയുള്ള നമ്മുടെ പ്രാണൻ ഇവിടെയൊക്കെ എത്തണം. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാണായാമം ചെയ്യിക്കണം എന്നൊക്കെ പറഞ്ഞത്. കമ്പനിയിൽ പോലും ഇന്നത് ചെയ്യിപ്പിക്കുന്നുണ്ട്, കുട്ടികളെ നമ്മൾ കോൺസെൻട്രേഷനോട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ ഇവിടേക്കെല്ലാം എത്തുന്ന ഈശ്വരൻ്റെ സ്പർശമാണ് നമ്മൾ അനുഭവിക്കുന്നത്. മറ്റ് ഹിന്ദു മതത്തിലെ യോഗാചാര്യയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ചെയ്യുന്നത് ക്രിസ്തുവാകുന്ന അരൂപി. ഇനി ചില നേരത്ത് നമ്മൾ ഇതിൻ്റെ ഫീലിംഗ് മാറും. നമ്മൾ യേശുവിനെ ഒരു കുളിരായിട്ട് കാണുന്നു, തണുപ്പ്. ഇപ്പോൾ ഒരു തണുപ്പ് നമ്മുടെ ഈ ശരീരം, ഇപ്പം ഞാൻ വളരെ ടെൻഷനിലാണെങ്കിൽ അങ്ങനെയുള്ളൊരു സാധനത്തിലേക്ക് ഭാവനയിലേക്ക് മാറുകയും ഫീൽ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഞരമ്പിലൂടെ ശരീരത്തിലേക്ക് മുഴുവൻ ഇത് വ്യാപിക്കുന്നു, ബ്രെയിനിൽ വ്യാപിക്കുന്നു. ഈ തല മുഴുവൻ ഇങ്ങനെ ഫീല് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്ന ഒരു അനുഭവം. അത് നമ്മളറിയില്ല, സമയം പോകുന്നത് നമ്മളറിയില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചുറ്റുപാട് നടക്കുന്നത് അതൊന്നും നമുക്ക് വലിയ പ്രശ്നമല്ല, നമ്മളതൊന്നും അലട്ടുന്നില്ല. ചിലപ്പോൾ നമ്മൾ കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഇറ്റ് വോണ്ട് ഡിസ്റ്റർബസ്, നമ്മളെ അത് ശല്യപ്പെടുത്തുകയില്ല അങ്ങനെ. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു ഉപദ്രവം അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ആരെങ്കിലും നമ്മുടെ ആ റൂമിലേക്ക് കയറി വരും. അത്യാവശ്യമായിട്ട് നമ്മുടെ ആ പള്ളിയിലേക്ക് വേറെ ആൾ പ്രാർത്ഥിക്കാൻ വന്നാൽ പൊളിഞ്ഞു പോയി. പിന്നെ സ്വരായി കെട്ടുമുട്ടി അയാൾ ആ ജനൽ തുറന്നു, ലൈറ്റ് ഇട്ടു, കിടികിടിയായി ആകെ പോയി. നമുക്ക് ഇരുട്ടിലാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സ്വസ്ഥത വേണം ഒന്നുള്ളത്. അത് നമ്മുടെ വീടുകളിൽ നമ്മളങ്ങനെ ധ്യാനത്തിലേക്ക് കയറുവാണെങ്കിൽ, പക്ഷേ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ധ്യാനത്തിലേക്ക് കയറിയോ ഒരു ഫീലിങ്ങിലേക്ക് ജീവിച്ചോ. അപ്പോൾ നമുക്ക് എന്താണ് അന്നത്തെ പ്രശ്നം? ഇപ്പോൾ കുളിരായിട്ട് കാണാം, അഗ്നിയായിട്ട് കാണാം, കാറ്റായിട്ട് കാണാം, നമ്മുടെ ഉള്ളിലുള്ള ശ്വാസമായിട്ട് കാണാം, പരിശുദ്ധാത്മാവിനെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാണാം. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ ചില പാപചിന്തകൾ എന്നിൽ പ്രബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവമേ അങ്ങ് അഗ്നിയായി ആത്മാവെ നീ ഇറങ്ങി. മോശ അവിടെ വന്നപ്പോൾ അവിടെ കത്തിക്കൊണ്ടിരുന്ന അതുപോലെ എൻ്റെ ഉള്ളിലുള്ള ജീർണതമായ കാര്യങ്ങൾ, അത് ചിന്തകളാകാം, വൈകാരികമായ ലോകമാകാം, നീ അത് ഇല്ലാതാക്കി കളയണേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അനുഭൂതിയിൽ നമ്മളിങ്ങനെ കുറേശ്ശെ നേരമൊക്കെ ഇരുന്ന് കുറേ നേരം കഴിയുമ്പോൾ നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ തിരിച്ചു വരാൻ നമുക്ക് ബുദ്ധിമുട്ടാവും, സമയമെടുക്കുന്നതല്ല. ഇപ്പം തന്നെ ഞാനത് പറഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു ചെറിയൊരു ഫീലാണ്. നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഈ വിരലൊക്കെ അനക്കുമ്പോൾ മന്ത് പിടിച്ച പോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ കുറേശ്ശെ വിരലൊക്കെ അനക്കുമ്പോൾ വളരെ പണിപ്പെട്ടിട്ടാണ് നമ്മൾ കാലിൻ്റെ വിരലും കയ്യിൻ്റെ വിരലൊക്കെ സെൻസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വല്ല പ്രേക്ഷകരും ഇത് ചെയ്യുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ പ്രതലത്തിൽ കാല് ടച്ച് ചെയ്യില്ല, ഒരു ചവിട്ടിയിലോ പരവതാനിയിലോ. കാരണം ഇത് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഭയങ്കര എനർജി ഉണ്ടാവും, ഭൂമിയായിട്ടുള്ള ബന്ധത്തിൽ. ഈ എനർജി ഭൂമിയിലേക്ക് വലിക്കും കറണ്ട്. അത് ചെയ്യാതെ നമ്മുടെ ബോഡിയിൽ തന്നെ ഇവൻ നിൽക്കണം. പക്ഷേ പിന്നെ ഇത് കാര്യം ചെയ്യുന്നത് വയറ് നിറഞ്ഞ ഭക്ഷണം വെച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. ഭക്ഷണം കഴിക്കണേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് അത് വയറൊരുവിധം കാലിയായ നേരത്ത്. അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നുപോലെ രാവിലെയാണ്. പക്ഷെ എൻ്റെ രാവിലത്തെ ഋതം എനിക്ക് പലപ്പോഴും പറ്റാറില്ല. ഒരു കാലഘട്ടത്തിലൊക്കെ അങ്ങനെ ചെയ്യുമായിരുന്നു, ഋതമായിട്ട് പോകുമ്പോൾ. ഈവനിങ് ആണ് കുറേ കൂടി നല്ലതായിട്ട് കാണുന്നത്, എയർ ഒക്കെ ശാന്തമായി കുറേ കൂടി. പിന്നെ പ്രകൃതിയിൽ തന്നെ വലിയൊരു എനർജി ഉണ്ട് ആ സമയത്ത്. ഒരു ഫ്രം 5:30 to 7 എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഈ പ്രകൃതി അതിൻ്റെ താപത്തിൽ നിന്ന് ഈ ശാന്തതയിലേക്ക് കൈമാറുന്ന ഈ അവസരത്തിൽ നമ്മുടെ അതുപോലെ പ്രഭാതത്തിലും ഉണ്ട്, ഏർലി മോർണിംഗ് അതുപോലെ ഉണ്ട്. അപ്പോൾ ഈ സസ്യങ്ങളിൽ നിന്നും ജീവികളിൽ നിന്നും മനുഷ്യരിൽ നിന്നും
എല്ലാത്തിൽ നിന്നും ഒരു ചേഞ്ച് വരികയാണ്. പ്രകൃതിക്ക് തന്നെ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്, രാസവ്യതിയാനങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഇഫക്റ്റ് നമ്മുടെ ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ ആയാലും ടീസ്പൂൺ കൊണ്ടൊക്കെ കഴിക്കണ ടേസ്റ്റ് അല്ല അത് ആരോഗ്യത്തിന്. കൈ കുഴച്ച് നമ്മുടെ കാരണവന്മാർ വിരൽ കണ്ണായിട്ട് കഴുകി ഭക്ഷണം അത് ടച്ച് ചെയ്ത് ഈ പഞ്ചഭൂതങ്ങൾ നമ്മുടെ ശരീരത്തിൽ മുഴുവൻ ഉണ്ടല്ലോ. അത് തന്നെയാണ് ഈ റൈസിലും കറിയിലും എല്ലായിടത്തുള്ള അതിൻ്റെ ചൂട്, അതിൻ്റെ മണം, ഇതെല്ലാം അനുഭവിച്ചുകൊണ്ട് നമ്മൾ കഴിക്കുന്നത് പോലെ തന്നെയാണ് ദൈവത്തെയും നമ്മൾ അനുഭവിക്കുന്നത്. ഇതിൽ എല്ലാ പഞ്ചഭൂതങ്ങളെയും അനുഭവിച്ചും ഫീൽ ചെയ്തും ദൈവത്തിൽ നിന്ന് വരുന്ന എനർജി ഫീൽ ചെയ്ത് ദൈവത്തിൽ നിന്നൊരു പരിമളമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് കാണാം. അങ്ങനെയും നമുക്കിത് ഫീൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരിതിലേക്ക് കഴിഞ്ഞിട്ട് വരുമ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇച്ചിരി നേരം എടുക്കും. എന്നിട്ട് വേണം മെല്ലെ എനിക്ക് സഡനായിട്ട് ചെയ്യുന്നത് നല്ലതല്ല. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് തലത്തിലേക്ക് നമ്മൾ കുറച്ച് കയറിയിട്ടുണ്ടാവും, കോൺഷ്യസ് മണ്ഡലത്തിൽ നിന്നൊരു സ്വല്പം. അപ്പോൾ അത് നമ്മൾ അത്രയൊന്നും വലിയ വളർച്ച എനിക്ക് എത്താൻ സാധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ കാണുന്ന നല്ല ധ്യാനത്തിൽ പെടുന്ന ആൾക്കാർ ഒരു കുഴപ്പമില്ലാണ്ട് 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ സുന്ദരമായിട്ട് ഇരിക്കും. അതുമാത്രമല്ല, ഈ ഹൈന്ദവ മതത്തിലൊക്കെ ഞാനിപ്പോൾ ഋഷികേശിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഹിന്ദു മതത്തിൽ ഈ ഋഷികേശിലൊന്നും പ്രാർത്ഥനയൊന്നുമില്ല. വാചിക പ്രാർത്ഥനകളൊക്കെ ഗംഗയിൽ വാരണാസിയിലേ ഉള്ളൂ, കാശിയിലേ ഉള്ളൂ. അവിടെ ഭയങ്കര ബഹളമാണ്. നമ്മുടെ കരിസ്മാറ്റിക് പോലെയുള്ള ഭയങ്കര ഉറക്കപ്പാടി വാചികമായിട്ടുള്ള ഭജനമണ്ഡലികൾ ഭയങ്കര ശക്തമാണ്. പക്ഷേ അവിടുന്ന് നമ്മൾ ഉത്തരാഖണ്ഡിലേക്ക് കയറി പോയി ഇങ്ങനെ കുറേ കഴിഞ്ഞ് ഹരിദ്വാർ കഴിഞ്ഞാൽ പിന്നെ ആശ്രമങ്ങളുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ കണ്ട് കാലടി ആശ്രമം, കുരിശുമല ആശ്രമം, ഇവിടെയൊന്നും ബഹളങ്ങളില്ല. അവിടെ സൈലൻസാണ്. കാരണം നിശബ്ദതയാണ്. ആ നിശബ്ദതയിലാണ് ഈ സാകല്യത്തിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. അപ്പോൾ വാചിക പ്രാർത്ഥനയും ധ്യാന യോഗവും തമ്മിൽ ഒരുപാട് അകലമുള്ളതായിട്ട് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ട് എനിക്ക് ഈ ധ്യാന യോഗ ആണ് കുറേ കൂടി ഇഷ്ടപ്പെട്ടത്. അതിൽ വലിയൊരു പ്രാമാണ്യമൊന്നും എനിക്കില്ല. പക്ഷേ എനിക്ക് എന്തെങ്കിലും മെച്ചങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല ഒരു അനുഭവവും അല്ലെങ്കിൽ ഒരു സുഖവും നമ്മുടെ തന്നെ പോരായ്മകളും ടെൻഷനൊക്കെ മാറാനും കുറേയൊക്കെ നമ്മുടെ നിസ്സാരത ഓർക്കാനും എളിമപ്പെടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കുറേയൊക്കെ സഹായിച്ചിട്ടുള്ളത് ഈ ഒരു പ്രാർത്ഥന അനുഭവമാണ്. അതിനെയാണ് നമ്മൾ ധ്യാന യോഗം. അപ്പോൾ അതിൽ ഇഷ്ടദേവൻ്റെ ഒരു അതോ ഓരോരുത്തർക്ക് ഇഷ്ടമുള്ളത് എടുക്കാം കേട്ടോ എന്നൊക്കെ ഞാൻ പറയുകയാണ്. അപ്പോൾ ഇതിൽ അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാവരുമായിട്ട് ഐക്യത്തിലായി. നമ്മുടെ ശത്രു പോലും കർത്താവിൻ്റെ അടുത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ച്, ഇപ്പോൾ കല്ലെറിയാൻ നിൽക്കുന്ന ജനം, അവിടെ പാവം സ്ത്രീ, കർത്താവ്, അതിൽ നമ്മൾ ഒരു പക്ഷേ കല്ലെറിയാൻ നിൽക്കണവരുടെ കൂടെ ആയിരിക്കും നിൽക്കുന്നത് അന്ന്, ചിലപ്പോൾ സ്ത്രീയുടെ പക്ഷത്തായിരിക്കും. അപ്പോൾ എവിടെയാണെങ്കിലും നമ്മൾ ഇവരെല്ലാം കൂടി ഐക്യത്തിലാകുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ പ്രകൃതിയും ഞാനും ദൈവവും എല്ലാം ഒന്ന്. അപ്പോൾ ശരിക്കും ഇതൊക്കെ നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ഭയങ്കര എനർജിയാണ്. ബൈബിളിൽ തന്നെ യേശു ശിഷ്യന്മാരെ മാറ്റി നിർത്തിക്കൊണ്ട് മലയുടെ ഉയർന്ന മലയിലെ മുകളിലേക്ക് പോയി പിതാവുമായി ഐക്യപ്പെടുന്ന സന്ദർഭങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഇത് കണ്ട പ്രേക്ഷകർക്കും അതുപോലെ ഈ വാചിക പ്രാർത്ഥനയിൽ നിന്ന് തുടങ്ങിയാലും സ്വന്തമായിട്ടുള്ള ഒരു ദൈവൈക്യ ഭാവത്തിലേക്ക് വളരാനുള്ള സന്ദർഭങ്ങൾ ഓരോ ദിവസവും ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. അച്ഛൻ എല്ലാവർക്കും വേണ്ടി നന്ദി പറയുന്നു. താങ്ക് യു. മെഡിറ്റേറ്റീവ് പ്രയർ ആൻഡ് കണ്ടംപ്ലേറ്റീവ് പ്രയർ, ധ്യാന യോഗ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അച്ഛൻ്റെ വിശദീകരണം എല്ലാവരും ശ്രദ്ധിച്ച് കാണുമല്ലോ. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത് ശ്രദ്ധിച്ച എല്ലാ പ്രേക്ഷകർക്കും നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.